ഫോർത്ത് പ്രോബ്ലത്തിന്റെ പിക്ടോറിയൽ വ്യൂ അല്ലെങ്കിൽ ഐസോമെട്രിക് വ്യൂ തന്നിട്ടുണ്ട്. അതിന്റെ ഡ്രോ ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, റൈറ്റ് സൈഡ് വ്യൂ. നമുക്ക് ഈ ഇങ്ങനെ കൊടുത്തിരിക്കുന്ന ഫിഗറിന്റെ എപ്പോഴും ഇവിടെ നോക്കുമ്പോഴാണ് ഡീറ്റെയിൽസ് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ റൈറ്റ് സൈഡ് വ്യൂ ചോദിച്ചില്ലേലും, ഇപ്പൊ സപ്പോസ് ഇതൊന്നും ചോദിച്ചില്ലേലും നമുക്ക് വരയ്ക്കാൻ പറ്റുന്ന എക്സ് ഡയറക്ഷൻ തന്നിട്ടുണ്ട്, അത് എപ്പോഴും ഫ്രണ്ട് വ്യൂ. പിന്നെ ഈ ഒബ്ജക്റ്റിന്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ടോപ്പ് വ്യൂ. ഇനി എവിടെ നോക്കിയാലാണ് നമുക്ക് ബാക്കി ഈ പിക്ചർ അനുസരിച്ച് എവിടെ നോക്കുമ്പോഴാണ് ഏത് സൈഡാണ് കാണാൻ പറ്റുന്നത്, റൈറ്റ് സൈഡാണോ ലെഫ്റ്റ് സൈഡാണോ നോക്കിയിട്ട് സെലക്ട് ചെയ്യാം. ഓക്കെ, എപ്പോഴും ഇത് ആരോ കൊടുത്തിരിക്കുന്നത് ഇവിടെയാണ് ഒബ്സർവർ നിൽക്കുന്നത്. നിങ്ങൾ നിൽക്കുന്നത് ഈ പൊസിഷനിലാണ്, ഇവിടെ നിന്നാണ് നോക്കുന്നത്, ഫ്രണ്ട് വ്യൂ നോക്കുന്നത്. അപ്പം ഇത് ഫ്രണ്ട് വ്യൂ. ഈ നേരെ മുകളിൽ നിന്ന് ടോപ്പ് വ്യൂ, ഇതിന്റെ നേരെ മുകളിൽ നിന്ന് ടോപ്പ് വ്യൂ, ഒബ്ജക്റ്റിന്റെ മുകളിൽ നിന്ന്. ഇവിടെ റൈറ്റ് സൈഡാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ റൈറ്റ് സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ റൈറ്റ് സൈഡ് വ്യൂ കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ആദ്യം ഫ്രണ്ട് വ്യൂവിന് എന്തൊക്കെ കാണാൻ പറ്റുമെന്ന് നോക്കുക. ഫ്രണ്ട് വ്യൂവിൽ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ ഇവിടെ നിന്നാണ് നോക്കുന്നത്, ഈ പൊസിഷനിൽ നിന്നാണ് നോക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഇവിടെ നിൽക്കുന്നതായിട്ട് അസ്യൂം ചെയ്യുക. ഇവിടെ നിന്ന് നിൽക്കുമ്പോൾ എന്തൊക്കെ കാണാൻ പറ്റുന്ന അതാണ് വരയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ ഈ സർഫസ് മൊത്തം കാണാം. ഇതൊരു സർക്കുലർ ഹോളാണ്. അപ്പം അതിൻ്റെ അകത്ത് കൂടെ നോക്കിയൊരു ഹോളായിട്ടേ കാണാൻ പറ്റുള്ളൂ, അവിടെ മെറ്റീരിയൽ ഇല്ല. ഇപ്പോൾ ഫ്രണ്ട് വ്യൂവിൽ ഇത്രയും കാണാം, ഇവിടെ നോക്കുമ്പോൾ ഇത്രയേ കാണാൻ പറ്റുള്ളൂ. ഓക്കെ, ഈ ഒരു സർഫസ് കാണാം, ഇത്രയും കാണാം. പിന്നെന്ത് കാണാൻ പറ്റും ഇവിടെ നോക്കുമ്പോൾ? പിന്നെ ഇവിടെ ഒരു സ്ലാൻഡ് ഇതുണ്ട്, ഉണ്ടോ, സ്ലാൻഡ് എഡ്ജ് ഉണ്ട് അവിടുത്തെ. ഈ ഇത്രയും ഏരിയ കാണാം, ഇത് പൊങ്ങിയ നിൽക്കുന്നത് കുറച്ച്, ഇത്രയും ഏരിയ കാണാൻ പറ്റും ഇവിടെ നോക്കുമ്പോൾ ഈ സർഫസ് കാണാം. ഇത് ത്രൂ ഔട്ട് ഹോളാണ്. പിന്നെ ഇവിടെ ഇങ്ങനെ ചരിഞ്ഞിരിപ്പുണ്ട്, ഒരു കുറച്ച് സ്ഥലം പൊങ്ങി ചരിഞ്ഞിരിപ്പുണ്ട്, അപ്പോൾ അതും കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഫ്രണ്ട് വ്യൂ ആദ്യം വരയ്ക്കുക. ഫ്രണ്ട് വ്യൂ വരച്ചിട്ട് നമുക്ക് ബാക്കി വരയ്ക്കാം. അപ്പോൾ ഇത് ഷേപ്പ് നമുക്ക് ഡയമെൻഷൻസ് തന്നിട്ടുണ്ടെങ്കിൽ ഡയമെൻഷൻസ് അനുസരിച്ച് വരയ്ക്കുക. ഇതിപ്പോൾ ഡയമെൻഷൻസ് തന്നിട്ടില്ല, അപ്പോൾ നമുക്ക് ജസ്റ്റ് റഫായിട്ട് വരയ്ക്കുക. ഇതുപോലെ തന്നെ ഓൾമോസ്റ്റ് സെയിം ഡയമെൻഷൻസ് വരുന്ന രീതിയിൽ നമ്മൾ ഈ സർക്കിളിന്റെ ഒക്കെ ഡയമെൻഷൻസ് തന്നിട്ടുണ്ടാവും. ഞാൻ റഫായിട്ട് എടുത്ത് വരച്ചു ഫ്രണ്ട് വ്യൂ. ഇനി എന്താ കാണുന്നത്? ഇത് ഈ സ്ലാൻഡ് സർഫസ് ഈ സർക്കുലർ ഷേപ്പ് അല്ലെങ്കിൽ സിലിണ്ടറിക്കൽ ഷേപ്പിന്റെ മുകളിലാണ് വന്ന് മീറ്റ് ചെയ്യുന്നത്. ടാൻജന്റ് ആയിട്ട് മീറ്റ് ചെയ്യുക, ടാൻജൻഷ്യലി മീറ്റ് ചെയ്യുക. ഇവിടെ നിന്ന് ഇങ്ങനെ മുട്ടിച്ചു വെച്ചിരിക്കുക. അപ്പോൾ ഈ സിലിണ്ടറിക്കൽ ഷേപ്പിൽ ടാൻജൻഷ്യലി മുട്ടി വെക്കാൻ വേണ്ടി നമ്മൾ ഒരു ലൈൻ കൂടി ഇങ്ങനെ വരച്ചു. ഇതാണ് ഇതിന്റെ ഫ്രണ്ട് വ്യൂ. ക്ലിയർ അല്ല? എല്ലാം കിട്ടിയല്ലോ. ഇവിടെ നോക്കുമ്പോൾ ഈ ഗ്രീൻ കളറിൽ വരുന്ന ഈ സർഫസും പിന്നെ ചരിഞ്ഞ് കുറച്ച് ഭാഗം ചരിഞ്ഞ് പൊക്കി ചരിച്ചു വെച്ചിരിക്കുന്നതുകൊണ്ട് ഇതും കാണാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ഫ്രണ്ട് വ്യൂ. അപ്പോൾ ഫ്രണ്ട് വ്യൂ കിട്ടി. ഇനി ഫ്രണ്ട് വ്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ YZ ലൈൻ വരച്ചു. കാരണം നമ്മൾ റൈറ്റ് സൈഡ് വ്യൂ ആണ് വരയ്ക്കാൻ പോകുന്നത്. റൈറ്റ് സൈഡ് വ്യൂ എന്ന് വെച്ചാൽ ഇവിടെ നോക്കുന്നത്. ഇപ്പോൾ ഫ്രണ്ട് വ്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഇത് ഫ്രണ്ട് വ്യൂ ആണ്. ഫ്രണ്ട് വ്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഫ്രണ്ട് വ്യൂവിന്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ടോപ്പ് വ്യൂ കിട്ടും. മുകളിൽ നിന്ന് നോക്കുമ്പോൾ ടോപ്പ് വ്യൂ, അതായത് ഇവിടെ ടോപ്പ് വ്യൂ വരും. ഈ സൈഡിൽ നിന്നാണ് നോക്കുന്നതെങ്കിൽ ഇത് ഇവിടെ നിന്ന് നോക്കുമെങ്കിൽ ഇത് റൈറ്റ് സൈഡ് വ്യൂ. ഇവിടെ നോക്കുമ്പോൾ റൈറ്റ് സൈഡ് വ്യൂ. ഓക്കെ, റൈറ്റ് സൈഡ്. ഓക്കെ, ഇനി നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഫ്രണ്ട് വ്യൂ കിട്ടിക്കഴിഞ്ഞാൽ ടോപ്പ് വ്യൂ വരയ്ക്കാൻ വേണ്ടി ഓരോ പോയിന്റ്സ് നേരത്തെ പ്രൊജക്ട് ചെയ്ത് വെച്ചിരിക്കുക. ഓരോ പോയിന്റ്സ് ഇപ്പോൾ ഇവിടെ ഇതിന്റെ പോയിന്റ് ഓരോന്നും നേരെ പ്രൊജക്ട് ചെയ്ത് വെക്കുക. അതുപോലെ സിലിണ്ടറിക്കൽ ഹോളുണ്ട്, അതിന്റെ താഴേക്ക് സ്കെയിൽ വെച്ച് പ്രൊജക്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി ടോപ്പ് വ്യൂവിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാണാൻ പറ്റും നോക്കുക. ഇതിന്റെ ഈ ഒബ്ജക്റ്റിന്റെ മുകളിൽ നിന്ന് നോക്കുക. ഈ ഒബ്ജക്റ്റിന്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ എന്തൊക്കെ കാണാൻ പറ്റും നോക്കുക. അപ്പോൾ ഞാൻ ഇതിന്റെ മുകളിൽ നോക്കുമ്പോൾ ടോപ്പിൽ നോക്കുമ്പോൾ നമുക്ക് ഈ സിലിണ്ടറിക്കൽ ഷേപ്പ്, ഈ കർവ്ഡ് ആയിട്ടുള്ള ഈ ഷേപ്പ് മൊത്തം കാണാം. ഈ കർവ്ഡ് ഷേപ്പ് മൊത്തം കാണാം. ഇത് ഇത്രയും ഈ സിലിണ്ടറിക്കൽ ഷേപ്പ് മുഴുവൻ, ഈ സർഫസ് മുകളിലത്തെ സർഫസ് മുഴുവൻ കാണാൻ പറ്റും. ഓക്കെ, പിന്നെ ഇവിടെ കാണാൻ പറ്റും. ഇതൊരു റെക്ടാങ്കുലർ ഹോളാണ്, ത്രൂ ഔട്ട് ഹോളാണ്. അപ്പം ഇത് കാണാൻ പറ്റും. ഇത് ഇത്രയും സർഫസ് കാണാൻ പറ്റും. ഓക്കെ, പിന്നെന്ത് കാണാൻ പറ്റും?
ടോപ്പ് വ്യൂവിൽ ഈ സിലിണ്ടറിക്കൽ സർഫസ് കാണും, പിന്നെ ഈ സ്ലാൻഡ് ഈ സർഫസും കാണാൻ പറ്റും. ഇത്രയും നമുക്ക് കാണാം. ഈ സിലിണ്ടറിക്കൽ സർഫസ്, പിന്നെ അതിന്റെ താഴെ വരുന്ന ഈ സർഫസ്, ഇത് റെക്ടാംഗുലർ ഹോളാണ്, പിന്നെ ഈ സ്ലാൻഡ് ആയിട്ടുള്ള ഇവിടെ വരുന്ന സർഫസ്. അപ്പൊ ഇത്രയും നമുക്ക് ടോപ്പ് വ്യൂവിൽ കാണണം. ഓക്കെ, ഇപ്പൊ ടോപ്പ് വ്യൂവിൽ നമുക്ക് ഈ വിഡ്ത്ത് നമുക്ക് ക്വസ്റ്റ്യനിൽ ഒന്നുകിൽ തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്ത് വരിക. ഈ വിഡ്ത്ത് വരച്ചു, ഒരു റെക്ടാംഗുലർ ഷേപ്പിലാണ് വരുന്നത്. അപ്പൊ അത് നമ്മൾ റെക്ടാംഗുലർ വരച്ചു. ഇതാണ് ഇതിന്റെ ടോപ്പ് വ്യൂവിന്റെ ഔട്ടർ. ഇനി എന്തൊക്കെ കാണാം നമുക്ക്? സിലിണ്ടറിക്കൽ ഷേപ്പ്. ഈ സിലിണ്ടറിക്കൽ ഷേപ്പിന്റെ ഇത് ഇവിടം വരെ കാണാൻ പറ്റും, ഈ ലൈൻ വരെ കാണാൻ പറ്റും. ഈ ലൈൻ കിട്ടണമെങ്കിൽ നമുക്ക് ഇതാണ് ടോപ്പ് വ്യൂവില്, ഫ്രണ്ട് വ്യൂവിലുള്ള ഈ ലൈൻ. ഇത് പ്രൊജക്ട് ചെയ്യുമ്പോൾ കിട്ടും, അതാണ് ഈ ലൈൻ. ഇവിടം വരെ കിട്ടും. അതായത് ഈ ലൈൻ ഇത് സിലിണ്ടറിക്കലാണ്, അപ്പൊ എഡ്ജസ് ഒന്നുമില്ല. പിന്നെ കാണാൻ പറ്റുന്ന ഇതാണ്. അപ്പൊ ഇത് ഇവിടം വരെ വരച്ചു. ഇനി ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ ഈ ലൈൻ കാണാം, ഈ സർഫസ്, ഈ ചെറിയ സർഫസ്, ഒരു സ്ലാൻഡ് ആയിട്ടുള്ള സർഫസ് കാണാം. ആ സർഫസിന്റെ ലൈൻ ഇത് കാണാം. അത് നമുക്ക് ക്വസ്റ്റ്യനിൽ ഈ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ടാവും. ആ ഡിസ്റ്റൻസ് എടുത്ത് നമ്മൾ ഇവിടെ വരച്ചു. ഡിസ്റ്റൻസ് എടുത്ത് ഇത് വരച്ചു. അപ്പൊ ഇത്രയും ഇത് കർവ്ഡ് സർഫസ്, ഇത് കർവ്ഡ് സർഫസ്, ഇത് സ്ലാൻഡ് ആയിട്ടുള്ള എഡ്ജ്. ഇനി നമുക്ക് ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ ഒരു റെക്ടാംഗുലർ ഹോള് കാണാൻ പറ്റും. റെക്ടാംഗുലർ ഹോൾ ഇത്രയാണ് കാണാൻ പറ്റുന്നത്. ഈ സിലിണ്ടറിക്കൽ പോർഷൻ, ഇതാണ് സിലിണ്ടറിക്കൽ പോർഷൻ. പിന്നെ ഈ സ്ലാൻഡ് എഡ്ജ് അത് ഇവിടെ വന്നു. അത് ഇവിടെ നിന്നാണ് നോക്കുന്നത് നമ്മൾ കേട്ടോ. ഇവിടെ ഒബ്ജക്ട് ഒബ്സർവർ നിൽക്കുവാണെങ്കിൽ ഇവിടെ നിന്നിട്ട് മുകളിൽ നിന്ന് നോക്കുമ്പോൾ എന്താ കാണുന്നതെന്ന് നോക്കും. ഇവിടെ നിന്നിട്ട് ഈ ഒബ്ജക്റ്റിന്റെ മുകളിൽ നിന്ന് ഇവിടെ നോക്കുമ്പോൾ എന്താ കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇത് വരച്ചു. ഇനി ഇതിന്റെ ആക്സിസ് നമ്മൾ വരച്ചു. ഇനി ഒരു സർക്കുലർ ഹോൾ ഉണ്ട് ത്രൂ ഔട്ട്. ഓക്കെ, അപ്പൊ മുകളിൽ നിന്ന് നോക്കുമ്പോഴും ഇതിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ സർക്കുലർ ഹോൾ ഉണ്ട്. ഇതിന്റെ അകത്തേക്കടെ ത്രൂ ഔട്ട് സർക്കുലർ ഹോൾ ഉണ്ട്. അപ്പൊ അത് ഡോട്ട് ലൈൻ ആയിട്ട് വരയ്ക്കാൻ വേണ്ടി ഇവിടെ ഓൾറെഡി നമ്മൾ സർക്കിൾ വരച്ചിട്ടുണ്ട്. അതിൽ നിന്ന് പ്രൊജക്ട് ചെയ്യാം. ഇതാണ് സർക്കുലർ ഹോൾ ടോപ്പ് വ്യൂവിൽ. ഓക്കെ, ഇപ്പൊ ഫ്രണ്ട് വ്യൂ വരച്ചു, ടോപ്പ് വ്യൂ വരച്ചു. ഇപ്പൊ കംപ്ലീറ്റ് ആയി. ഇനി ഫ്രണ്ട് വ്യൂവിൽ എന്തെങ്കിലും വരയ്ക്കാനുണ്ടോ? എന്തെങ്കിലും ഇൻവിസിബിൾ ഉണ്ടോ? ശ്രദ്ധിച്ചു നോക്കി. ഇവിടെ നോക്കുമ്പോൾ ഇൻവിസിബിൾ, ഈ റെക്ടാംഗുലർ ഹോള് നമുക്ക് ഫ്രണ്ട് വ്യൂവിൽ ഇവിടെ ഇൻവിസിബിൾ ആണ്. ഇവിടെ അല്ലേ, ഇതൊരു ത്രൂ ഔട്ട് ഹോളാണ്. അപ്പൊ അത് കിട്ടാൻ വേണ്ടി നമ്മൾ ഇവിടെ നിന്ന് മുകളിലേക്ക് പ്രൊജക്ട് ചെയ്തു, തിരിച്ചും പ്രൊജക്ട് ചെയ്തു. പ്രൊജക്ട് ചെയ്തിട്ട് ഇതാണ് റെക്ടാംഗുലർ ഹോളിന്റെ ഫ്രണ്ട് വ്യൂവിലുള്ളത്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട് വ്യൂ കിട്ടി, ടോപ്പ് വ്യൂ കിട്ടി. ടോപ്പ് വ്യൂ. ഈ സൈഡ് വ്യൂ കിട്ടാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? പ്രൊജക്ട് ചെയ്ത് വെച്ചേക്കുക. അതിൽ കിട്ടുന്ന ലൈൻസ് എല്ലാം ഇങ്ങോട്ട് ഫ്രണ്ട് വ്യൂ നിന്ന് പ്രൊജക്ട് ചെയ്താൽ ഇത് സർക്കിൾ ഞാൻ പ്രൊജക്ട് ചെയ്തു. ഇനി ഈ വിഡ്ത്ത് എത്രയാണോ അത് സർക്കിളിന്റെ സെയിം ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇത് കുറച്ച് മുകളിലാണെങ്കിൽ വേറൊരു ലൈൻ വരച്ചു. ഓക്കെ, ഇത്രയും ഫ്രണ്ട് വ്യൂന്ന് കിട്ടി. ഇനി ടോപ്പ് വ്യൂന്ന് ഇങ്ങോട്ട് വരച്ചിട്ട് ഇവിടെ കോമ്പസ് കുത്തി. മറക്കരുത്, ഇവിടെയാണ് കോമ്പസ് കുത്തുന്നത്. കോമ്പസ് കുത്തി ഈ റേഡിയസിൽ ഇങ്ങോട്ട് വരച്ചു. അടുത്തത് എല്ലാ ഡിസ്റ്റൻസും, ഏത് ഡിസ്റ്റൻസ് ആണെങ്കിലും ഇവിടുന്ന് കോമ്പസ് എടുത്തിട്ട് ഓരോ ഡിസ്റ്റൻസ് എടുത്തു. ഇനിയിപ്പോൾ സ്ക്വയർ ഹോൾ ആണെങ്കിലും എല്ലാം കാണിക്കാൻ പറ്റുന്നതെല്ലാം നമ്മൾ ഇങ്ങോട്ട് എടുത്തു. അവസാനം നോക്കാം ഏതൊക്കെയാണ് വേണ്ടതെന്നുള്ളത്. ഓക്കെ, ഇത്രയും ആർക്ക് വരച്ചു വെച്ചു. ഇനി സൈഡ് വ്യൂ എന്ന് വെച്ചാൽ ഇത് ഈ കളർ ചെയ്യാത്ത ഇവിടെ നിന്നാണ് നമ്മൾ സൈഡ് വ്യൂ. സൈഡ് വ്യൂ വരയ്ക്കുമ്പോൾ ഈ ഒരു റെക്ടാംഗിൾ കാണാം. സൈഡ് വ്യൂവിൽ ഈ റെക്ടാംഗിൾ കാണാം. പിന്നെ ഈ സ്ലാൻഡ് എഡ്ജ് കാണാം. ഞാനത് വേറൊരു കളർ കൊണ്ട് വരയ്ക്കാം. റെഡ് കളർ കൊണ്ട് വരയ്ക്കാം. ഈ സർഫസ് കാണാം. ഇതൊരു റെക്ടാംഗിൾ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അതായത് ഇവിടെ നോക്കുമ്പോൾ ഈ ഒബ്ജക്റ്റിന്റെ ഇവിടെ നോക്കുമ്പോൾ ഈ റെക്ടാംഗിൾ ഇത്രയും, ഇത് ഒരു റെക്ടാംഗിൾ ആയിട്ട് ഇവിടെ കാണാം. പിന്നെ എന്താ കാണാൻ പറ്റും? ഈ സ്ലാൻഡ് സർഫസ് കാണാം. ഇത് ടോപ്പ് വ്യൂവിലും ഫ്രണ്ട് വ്യൂവിലും കാണാൻ പറ്റും. ഈ സ്ലാൻഡ് സർഫസ് ഇത് ടോപ്പ് വ്യൂവിലും ഫ്രണ്ട് വ്യൂവിലും കാണാൻ പറ്റും. സ്ലാൻഡ് സർഫസ് കാണാം. പിന്നെ ഇവിടെ നോക്കുമ്പോൾ ഈ സർഫസ് കാണാം. ഇവിടെ നോക്കുമ്പോൾ ഇത് സിലിണ്ടറിക്കലാണ്. സിലിണ്ടറിക്കൽ ആയതുകൊണ്ട് ഇവിടെ നോക്കിയാലും ഫ്രണ്ടിൽ നോക്കിയാലും, ഫോർ എക്സാമ്പിൾ ഇത് നോക്കിക്കോ, ഇതിങ്ങനെ ഇരിക്കുകയെന്ന് കരുതരുത്.
ഇതൊരു സിലിണ്ടറിക്കൽ പീസാണിത്. സിലിണ്ടറിക്കൽ ഇങ്ങനെ ഇരിക്കുന്നു. ഇപ്പൊ ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ ഇത് കേർവ്ഡ് ആണെങ്കിലും ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ ഇത്രയും വിഡ്ത്തുള്ള ഒരു റെക്ടാംഗിൾ കിട്ടും. സിലിണ്ടറിന്റെ ടോപ്പി എന്താ ഇങ്ങനെ ഇരിക്കുന്ന സിലിണ്ടറിന്റെ ടോപ്പി റെക്ടാംഗിൾ. അതുപോലെ തന്നെ ഇനി ഈ സൈഡിൽ നിന്ന് നോക്കിയാലും ഈ കേർവ്ഡ് സർഫസ് കാണാൻ പറ്റും. ഇവിടുത്തെ കേർവ്ഡ് സർഫസ് കാണാൻ പറ്റും ഈ സൈഡിൽ നിന്ന് നോക്കും. അപ്പൊ അത് തന്നെയാണ് ഇവിടെ ഇവിടെ നോക്കുമ്പോൾ ഈ സർഫസ് ഇതിന്റെ പകുതി വരെ കാണാൻ പറ്റുന്ന ഈ ഹൈറ്റ് വരെ നമുക്ക് ഇത്രയും സർഫസ് കാണാൻ പറ്റും. ഇത്രയും കാണാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ സൈഡ് വ്യൂവിൽ വരണം. അതുകൂടാതെ ഈ റെക്ടാങ്കുലർ ഹോളിന്റെ ഡോട്ടർ ലൈനും ഈ സർക്കുലർ ഹോളിന്റെ ഡോട്ടർ ലൈനും വരണം. ഓക്കെ, ഇനിയപ്പോൾ നമ്മൾ ആദ്യം ഇത് വരയ്ക്കാം. ഈ താഴത്തെ വരയ്ക്കാൻ വേണ്ടി നമ്മൾ ഇവിടുന്ന് പ്രൊജക്ട് ചെയ്തുകൊണ്ട് ഇവിടുന്ന് പ്രൊജക്ട് ചെയ്ത ഈ ഡിസ്റ്റൻസ് ഉണ്ട്, പിന്നെ ഇവിടുന്ന് പ്രൊജക്ട് ഇതാണ് കാണാൻ പറ്റുന്നത് സൈഡ് വ്യൂ. റൈറ്റ് സൈഡിൽ നിന്ന് ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് ഈ വിഡ്ത്താണ്. അപ്പോൾ ഈ വിഡ്ത്ത് നമ്മൾ പ്രൊജക്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് ആ നേരത്തെ പറഞ്ഞ ഈ റെക്ടാംഗിൾ. ഓക്കെ, ഇനി നമുക്ക് ഈ സ്ലാൻഡ് എഡ്ജ് കണ്ടുപിടിക്കാൻ വേണ്ടി സ്ലാൻഡ് എഡ്ജ് ടോപ്പ് വ്യൂവിൽ ഇതാണ് സ്ലാൻഡ് എഡ്ജ്. ഇത് നമ്മൾ പ്രൊജക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് സ്ലാൻഡ് എഡ്ജ്. ഇത് എവിടം വരെ വരണം? സിലിണ്ടറിന്റെ മുകളിൽ വരെ വരണം. അപ്പോൾ ഈ സ്ലാൻഡ് എഡ്ജ് ഞാൻ ഇവിടെ നിന്ന് ഇവിടെ നിന്നല്ല സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, ഈ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ പോയിന്റിൽ നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് സിലിണ്ടറിന്റെ മുകളിൽ വരെ, ഇതാണ് സിലിണ്ടറിന്റെ ലൈൻ, സിലിണ്ടറിന്റെ മുകളിൽ വരെ വരച്ചു. അപ്പോൾ ഇതാണ് ആ സ്ലാൻഡ് എഡ്ജിന്റെ. ഇവിടെ നോക്കുമ്പോൾ ഈ സ്ലാൻഡ് എഡ്ജ് വെർട്ടിക്കലായിട്ടാണ്, അതായത് ഷോർട്ടൺ ചെയ്ത് കാണാൻ പറ്റും വെർട്ടിക്കലായിട്ട്. ഇതാണ് ഈ സ്ലാൻഡ് എഡ്ജ്. ഇവിടെ നോക്കുമ്പോഴുള്ള ഈ സ്ലാൻഡ് എഡ്ജ്. ഇനി സിലിണ്ടറിന്റെ ഇത്രയും ഭാഗം കാണാൻ പറ്റും. സിലിണ്ടർ അത് കിട്ടാൻ വേണ്ടി ഇങ്ങോട്ട് വരയ്ക്കാം. വരച്ച് ഇതാണ് സിലിണ്ടർ. ഇത്രയാണ് സൈഡ് വ്യൂവിൽ കാണാൻ പറ്റുന്നത്. ഓക്കെ, അതായത് ആദ്യം പിന്നെ ഈ സ്ലാൻഡ് എഡ്ജ് പിന്നെ ഇവിടെ വരുന്ന സിലിണ്ടറിന്റെ ഇവിടെ നോക്കുമ്പോൾ ഈ പോർഷൻ, ഇത്രയും പോർഷൻ കാണാൻ പറ്റും. ഇനി കാണാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ ഡോട്ടർ ലൈൻ കാണിക്കാൻ പോകുന്നു. ഒന്ന്, ഇവിടെ നോക്കുമ്പോൾ ഈ ത്രൂ ഔട്ട് ഹോള് കാണാൻ പറ്റൂല, അത് ഡോട്ടർ ലൈനാണ്. അതായത് അത് പ്രൊജക്ട് ചെയ്തു, അത് ഇങ്ങോട്ട് പ്രൊജക്ട് ചെയ്തിട്ട് ത്രൂ ഔട്ട് ഹോളാണ്. 2 ഹോള് നമ്മൾ ഇങ്ങോട്ട് പ്രൊജക്ട് ചെയ്തിട്ടുണ്ട്. ഇത് ത്രൂ ഔട്ട് ഹോള്. ഇനി ഈ സ്ക്വയർ ഹോളിന്റെ ഈ വിഡ്ത്ത് ഇത്രയും, ഈ സ്ക്വയർ ഹോളിന്റെ റെക്ടാങ്കിൾ ഹോളിന്റെ ഇവിടെ നോക്കുമ്പോൾ ഇത്രയും കാണാം. അത് കിട്ടാൻ വേണ്ടി നമ്മൾ അത് ഇവിടെ നിന്ന് പ്രൊജക്ട് ചെയ്തു. നമ്മൾ ഓൾറെഡി വരച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് പ്രൊജക്ട് ചെയ്തു, ഇവിടെ കിട്ടി. അപ്പോൾ ഈ 2 പോയിന്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ വിഡ്ത്ത് പ്രൊജക്റ്റിങ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാണ് സൈഡ്. ഇത് റൈറ്റ് സൈഡ്. ഓക്കെ, ഞാൻ ഒന്നുകൂടിയും പെട്ടെന്ന് പറയാം എങ്ങനെയൊക്കെ വന്നതെന്നുള്ളത് ശ്രദ്ധിച്ചോണം. ഒന്ന്, ഫസ്റ്റ് ഫ്രണ്ട് വ്യൂ നോക്കുമ്പോൾ ഈ ഗ്രീൻ കളറിൽ കൊടുത്തിരിക്കുന്ന ഈ സർഫസ് കാണും. അതായത് ആദ്യം ഈ സർഫസ്. ഡയമെൻഷൻ തന്നിട്ടുണ്ടെങ്കിൽ ഡയമെൻഷൻ എടുത്ത് വരയ്ക്കുക, അല്ലെങ്കിൽ അല്ലാതെ വരയ്ക്കുക. ഇതാണ് ഞാൻ ഫസ്റ്റ് മാർക്ക് ചെയ്തിരിക്കുന്ന ഗ്രീൻ കളർ സർഫസ്. ഇനി അടുത്ത് ഇവിടുത്തെ ഇത് സ്ലാൻഡ് ആയതുകൊണ്ട് ഇവിടുത്തെ ഈ സർഫസ് കാണും, അതാണിത്. ഓക്കെ, ഇനി ടോപ്പ് വ്യൂ. മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഈ സിലിണ്ടറിക്കൽ സർഫസ് കാണും. ഈ സ്ലാൻഡ്, ഓക്കെ, 1 by 1 ആയിട്ട് ചെയ്യാം. ഈ സിലിണ്ടറിക്കൽ ഷേപ്പ് കാണാം, അതാണിത്. ഇവിടുന്ന് പ്രൊജക്ട് ചെയ്തു, ഈ സിലിണ്ടറിക്കൽ ഷേപ്പ് പ്രൊജക്ട് ചെയ്തു. ഇത് ആ സിലിണ്ടറിക്കൽ ഷേപ്പ് ടോപ്പ് വ്യൂവിൽ. വേറെ കളർ ചെയ്യാം. ഓക്കെ, ഇനി ഈ സ്ലാൻഡ് എഡ്ജ് അത് നമ്മൾ മാർക്ക് ചെയ്തു. ഈ ഡിസ്റ്റൻസ് വിട്ട് തന്നിട്ടുണ്ടാവും. ഇത് നമ്മൾ സ്ലാൻഡ് എഡ്ജ് എടുത്തു. ഇനി ഈ സർഫസിൽ റെക്ടാംഗുലർ ഹോളുണ്ട്, അതാണിത്. റെക്ടാംഗുലർ ഡയമെൻഷൻസ് തന്നിട്ടുണ്ടാവും, നമുക്കത് പൊസിഷൻ ചെയ്ത് വരയ്ക്കാം. ഇനി ഇതിൽ കാണാൻ പറ്റാത്തത് നമുക്ക് ഇതിന്റെ ഈ ത്രൂ ഔട്ട് ഹോള്, ആ ഹോള് കിട്ടാൻ വേണ്ടി നമ്മൾ ഇവിടെ നിന്ന് പ്രൊജക്ട് ചെയ്തതാണിത്. ത്രൂ ഔട്ട് ഹോള് മാർക്ക് ചെയ്യും. അപ്പോൾ ഇത്രേ ഉള്ളൂ ടോപ്പ് വ്യൂ. ഇനി സൈഡ് വ്യൂ കിട്ടാൻ വേണ്ടി ആദ്യം ഫ്രണ്ട് വ്യൂന്ന് എല്ലാ പോയിന്റ്സും നമുക്ക് മാക്സിമം പോയിന്റ്സ് പ്രൊജക്ട് ചെയ്ത് വെക്കുക. അതുപോലെ ടോപ്പ് വ്യൂന്ന് കിട്ടുന്നതെല്ലാം ഇത് കോമ്പസ്, ഇത് സെന്റർ പോയിന്റ് ആയിട്ട് വെച്ച് കോമ്പസ് വെച്ച് ഓരോന്നും ഇങ്ങോട്ടാക്കുക. ഓക്കെ, ഇനി സൈഡ് വ്യൂവിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ നോക്കുമ്പോൾ ഈ താഴത്തെ റെക്ടാംഗിൾ കാണാൻ പറ്റും. താഴത്തെ റെക്ടാംഗിൾ, ആ താഴത്തെ റെക്ടാംഗിൾ എന്ന് വെച്ചാൽ ഇവിടെ
ഇതാണ് ഫ്രണ്ട് വ്യൂ. ഇവിടെ നോക്കുമ്പോൾ ഈ വിഡ്ത്ത് ഇത്. ഓക്കെ, ഇനി ഈ ഹൈറ്റ് ഇത്. ഇനി ഈ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഇതിന്റെ വിഡ്ത്ത്. ഇതാണ് ആദ്യം കാണാൻ പറ്റുന്ന റെക്ടാങ്കിൾ. ഈ റെക്ടാങ്കിൾ. ഓക്കെ, അത് ഇവിടെ നോക്കിയാൽ മതി. ഇനി സ്ലാൻഡ് എഡ്ജ്. ഇവിടെ നോക്കുമ്പോൾ സ്ലാൻഡ് എഡ്ജ് ഇതൊരു വെർട്ടിക്കലായിട്ടാണ് കാണുന്നത്. ഇത് ചരിഞ്ഞിരിക്കുന്നതാണ്. ഇങ്ങനെ ചരിഞ്ഞിരിക്കുക, നോക്കുന്ന ഡയറക്ഷനിലോട്ട് ചരിഞ്ഞിരിക്കുക. അപ്പോൾ അത് ഇവിടെ നോക്കുമ്പോൾ ഒരു റെഡ്യൂസ്ഡ് വെർട്ടിക്കലായിട്ട് വരും, സർഫസ് ആയിട്ട് കാണും. അത് ഓക്കെ. ഇനി ഇവിടെ നോക്കുമ്പോൾ ഈ സിലിണ്ടറിന്റെ ഈ പോർഷൻസ് കാണാൻ പറ്റും. ഇത്രയും പോർഷൻസ്, ഈ ഹൈറ്റ് വരെ, മാക്സിമം ഹൈറ്റ് വരെ കാണാൻ പറ്റും. അപ്പോൾ അത് മാക്സിമം ഹൈറ്റ് നമ്മൾ പ്രൊജക്ട് ചെയ്തു. ഇതാണ് മാക്സിമം ഹൈറ്റ്. ഇപ്പോൾ ഇവിടം വരെ സിലിണ്ടറിന്റെ കാണാൻ പറ്റും. ഇത്രയാണ് കാര്യങ്ങൾ കാണാൻ പറ്റുന്നത്. ഇനി കാണാൻ പറ്റാത്തത് ഒന്ന്, ഈ സിലിണ്ടറിക്കൽ ഹോളുണ്ട്. ആ സിലിണ്ടറിക്കൽ ഹോൾ പ്രൊജക്ട് ചെയ്യുക. ഇത് കാണാൻ പറ്റാത്തതാണ്. അത് ഡോട്ട് ലൈൻ. അത് ത്രൂ ഔട്ട് ഹോളാണ് ഡോട്ട് ലൈൻ വെച്ച്. ഇനിയും കാണാൻ പറ്റാത്തത് ഈ റെക്ടാങ്കുലർ ഹോളിന്റെ ഇവിടെ നോക്കുമ്പോൾ ഈ വിഡ്ത്ത് റെപ്രസെന്റ് ചെയ്യുക. അത് കിട്ടാൻ വേണ്ടി ഈ വിഡ്ത്ത് നമ്മൾ ഇവിടെ വിഡ്ത്തുണ്ട്. ഈ വിഡ്ത്ത് നമ്മൾ ഇങ്ങോട്ട് പ്രൊജക്ട് ചെയ്യുമ്പോൾ ഇവിടെ കിട്ടും വിഡ്ത്ത്. ഈ ഹൈറ്റ് ഇവിടം വരെ ഉള്ളൂ. ഇതാണ് ഇവിടം വരെ ഉള്ളൂ ഹൈറ്റ്. ഈ ഹൈറ്റ് നമ്മൾ പ്രൊജക്ട് ചെയ്യുക. ഇതാണ് അതിന്റെ ഡോട്ടർ ലൈൻ. ഓക്കെ, അപ്പോൾ റൈറ്റ് സൈഡ് വ്യൂ വന്നിട്ടുണ്ട്, ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ. അപ്പോൾ ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, സൈഡ് വ്യൂ. അപ്പോൾ അത്രയും ഓർക്കുക. നമ്മൾ മിക്കവാറും എല്ലാത്തിൻ്റെ ആദ്യം ഫ്രണ്ട് വ്യൂ ആണ് ആദ്യം വരയ്ക്കുന്നത്. ഫ്രണ്ട് വ്യൂ വരച്ചിട്ട് അതിൽ നിന്ന് പ്രൊജക്ട് ചെയ്തിട്ടാണ് ബാക്കി രണ്ടും കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഫ്രണ്ട് വ്യൂ വരച്ചിട്ട് അതിൽ നിന്ന് പ്രൊജക്ട് ചെയ്ത് ബാക്കി രണ്ടും കണ്ടുപിടിക്കും. ഇനി ഇതാണ് പ്രോബ്ലത്തിൻ്റെ കറക്റ്റ് ഡയമെൻഷൻസ് എടുത്തു വരച്ച ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, സൈഡ് വ്യൂ. ആദ്യം നമ്മൾ XY ലൈൻ, ഫ്രണ്ട് വ്യൂ വരയ്ക്കുന്നു, ടോപ്പ് വ്യൂ വരയ്ക്കുന്നു. പിന്നെ ഇവിടെ YZ ലൈൻ വരച്ചിട്ട് പ്രൊജക്ട് ചെയ്തിട്ട് സൈഡ് വ്യൂ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ സൈഡ് വ്യൂ. ഇതിൽ കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്. അത് ഇവിടം വരെ ഉള്ളൂ. ഈ ലൈനില്ല. ചെറിയ മിസ്റ്റേക്സ് ഉണ്ട്. ഈ ലൈനില്ല. ഇതിവിടം വരെ വരുള്ളൂ. ഇങ്ങനെ വന്ന് നിൽക്കുകയുള്ളൂ. ഓക്കെ, ബാക്കിയെല്ലാം ഓക്കെ, കറക്റ്റ്. ഇവിടെ ഈ ലൈനില്ല. നമ്മൾ വരച്ചത് നോക്കിയാൽ മതി ഇതിനു മുമ്പ്. ഇതാണ് ഡയമെൻഷൻ എടുത്തിട്ട്. അപ്പോൾ നിങ്ങൾക്ക് പ്രോബ്ലത്തിൽ ചിലപ്പോൾ ഇതുപോലൊരു ഫിഗർ തന്നിട്ട് അതിന്റെ ഡയമെൻഷൻസ് എല്ലാം തന്നിട്ടുണ്ടാവും. സർക്കിളിന്റെ എല്ലാത്തിൻ്റെ ഡയമെൻഷൻസ് തന്നിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇത് വരയ്ക്കുമ്പോൾ ഇതിൽ നിന്നുള്ള ഡയമെൻഷൻസ് നമുക്ക് ഐഡിയ ഉണ്ടാവും ഏതൊക്കെയാണ് കാണുന്നതെന്നുള്ളത്. അപ്പോൾ അതിൽ നിന്നുള്ള ഡയമെൻഷൻസ് എടുത്തിട്ട് വേണം ഇവിടുത്തെ ഓരോ ഡയമെൻഷൻസ്, ഈ ഡയമെൻഷൻ എല്ലാത്തിൻ്റെ ഡയമെൻഷൻസ് ഇത് നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട്.